അച്ഛാ, അച്ഛൻ വീട്ടിലേക്ക് വാ. അച്ഛൻ വീട്ടിലില്ലാതെ ഒരു രസമില്ല. പൂജമോള് പറയുന്ന അച്ഛൻ കേൾക്കുന്നില്ലേ? എന്താ പറ്റിയ നമ്മുടെ സേതുവിന്? അവൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അവൻ ഒരുപാട് കടങ്ങളുണ്ടെന്നാ തോന്നുന്നേ. ഞാൻ എത്ര ചോദിച്ചിട്ടും അവനൊന്നും തുറന്നു പറയുന്നില്ല. അച്ഛാ. ആ മോളെ, മനു നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ടച്ഛാ, പഠിക്കുന്നുണ്ട്. അപ്പൊ മോളോ? അത് പിന്നെ പറയാനുണ്ടോ, അച്ഛന്റെ മോള് നമ്പർ 1 അല്ലേ. ആ പിന്നെ അച്ഛാ, സ്റ്റേറ്റ് ബാഡ്മിന്റന്റെ കോമ്പറ്റീഷൻ തുടങ്ങുക. അതിന്റെ പ്രാക്ടീസിലാണ് ഞാനിപ്പോ. അച്ഛന്റെ പേര് കളയില്ലല്ലോ മോള്. ഇത്ര നേരായിട്ടും അച്ഛൻ അമ്മയെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. അതിന് അവൾക്ക് തന്നെ ആവശ്യമില്ലല്ലോ. അച്ഛാ, അത് പിന്നെ അമ്മ. വേണ്ട, ഒന്നും പറയണ്ട. അങ്ങനെ പെട്ടെന്ന് ജോയിന്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ. പിന്നെ നിങ്ങളെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലോ? തന്നെ ഒന്ന് പോയിക്കണോ? വേണ്ട, അവന്മാര് വരട്ടെ. അവനോടെ പോയി ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പോയതാ, ഇപ്പൊ വരും. വരട്ടെ. നമ്മുടെ സേതു ഭയങ്കര മനപ്രയാസത്തിലാ. ഈ ഒരു അവസ്ഥ തുടർന്നാ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അതൊരു ദോഷമായിട്ടേ തീരൂ. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. സേതുമാധവൻ എന്താ ഇത്ര വലിയ പ്രശ്നം? സാമ്പത്തിക പ്രശ്നം അല്ല എന്താ. പലയിടത്തുനിന്നായി കുറെ കാശ് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശശി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നമ്മളോടൊന്നും പറയാതെ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി നടക്കുക. അതുകൊണ്ടാ. നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റുന്ന ബാധ്യതയാണെങ്കിൽ നമ്മുടെ പാടം വിട്ടിട്ടെങ്കിലും കൊടുത്തു തീർക്കണം, എത്രയും പെട്ടെന്ന്. പാടം വിൽക്കാൻ വരട്ടെ. എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ട്, അത് ഞാൻ തരാം. അത് വിറ്റ് വല്ലതും. എന്റെ സ്വർണ്ണം ഞാനും തരാം. ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാ തോന്നുന്നേ. ആ ശരി ശരി. എടുത്തി അങ്ങോട്ടൊന്നും കാണാതിരിക്കായിരുന്നു ഞാൻ. മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. തറവാട്ടിലേക്ക് ആദ്യം വന്നത് മോളല്ലേ. സ്ഥാനം കൊണ്ട് എന്റെ മോളല്ലെങ്കിലും സ്നേഹം കൊണ്ട് ഇപ്പോഴും എന്റെ മോള് തന്നെയാ. അമ്മേ, ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാര്യം എന്താ? ഒരു കുടുംബമാകുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും. കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചാലല്ലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. കുഞ്ഞുണ്ണിയുടെ കാര്യം തന്നെ ഒന്ന് നോക്കുമോളെ. അമ്പലമൊന്നും പറഞ്ഞ് അവൻ ഊരു ചുറ്റി നടക്കുക. അവര് തമ്മിൽ എന്തെങ്കിലും വഴക്കിടുന്നുണ്ടോ? അമ്മേ, എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട്, ഞാനെന്നാ പോവാ. ദൈവമേ. വാമേ പോ. ഭൂമി കറങ്ങുന്നുണ്ടോടാ ഉണ്ടേ. നിന്റെ ഒടുക്കത്തൊരു പദ്ധതി പണിയായനെ. അവന്റെ നശിച്ച പ്ലാൻ അച്ഛനാണെന്ന് മനസ്സിലായതുമില്ല. ഞാനെന്ത് ചെയ്യാനാ? മനുവേട്ടാ, ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ കുളിക്കാൻ പോവാ.
എന്തായാലും നിങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ച് വേണ്ട പോലെ ചെയ്യേ. ഞാൻ കൂടെ ഉണ്ടാവും. പോട്ടെ മോളെ. നിർത്തിക്കേ. ചേട്ടന്മാരൊന്നും മാറി വെറുതെ വിയർപ്പിന്റെ അസുഖം ഉണ്ടാക്കണ്ട. എന്താ? സ്റ്റേറ്റ് ഗെയിംസിന്റെ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് വെട്ടി. അതെ, ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് വെട്ടിന്ന്. മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. വർഷ ഒന്ന് വന്നേ. വാടാ നമുക്ക് പോടാ. നിക്കടാ. ആര് പറഞ്ഞിട്ടാ അനിത ടീച്ചർ ഞങ്ങളെ മാറ്റിയത്? അത് പിന്നെ നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ പ്രാക്ടീസിന് വരണില്ലെന്നും ഫുൾ ടൈം ഉഴപ്പാണെന്നും ആരും അനിത ടീച്ചറിന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ആരായിരിക്കും? ഇനി ഇക്രു എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തത്? ഏയ് അവനല്ല, അവൻ TC വാങ്ങി പോയതല്ലേ, അവൻ അങ്ങനെ പറയില്ല. ആരാ പറഞ്ഞതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ കോട്ടയത്ത് ക്യാമ്പിന് പോണത് ഞങ്ങളാണെന്നാ അനിത ടീച്ചർ പറഞ്ഞത്. നിങ്ങൾ ഇനി വേണമെങ്കിൽ ടീച്ചറെ പോയി കണ്ടോ. നിങ്ങൾ ഇനി ടീച്ചറെ പോയി കണ്ടിട്ട് കാര്യമൊന്നുമില്ല. വേറെ പിള്ളേരെ കോട്ടിലിറക്കും അനിത ടീച്ചർ പറഞ്ഞത്. വാടാ ചോദിക്കാം. വാ. പക്ക പ്രൊഫഷണൽ ആയിരിക്കണം. പ്രാക്ടീസിൽ യാതൊരു വിധത്തിലുള്ള കള്ളത്തരം ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഒരു തരത്തിലുള്ള ഉഴപ്പും ഞാൻ അനുവദിക്കില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ സമ്മതമാണെങ്കിൽ വെട്ടിയ പേര് ഞാൻ തിരുത്തും. അങ്ങനെയാണെങ്കിൽ കോട്ടയത്ത് അടുത്ത ആഴ്ച നടക്കുന്ന ക്യാമ്പിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും ചേരാം. ടീച്ചർ പറഞ്ഞെല്ലാം ഞങ്ങൾക്ക് സമ്മതമാണ്. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. യെസ് യെസ് യാ യാ ബ്രോ. എങ്ങനെയാ പ്ലാൻ? അവരോട് ഞാൻ ടൂർ പോവാന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാം അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ മതി. ഡോക്ടറോട് സംസാരിച്ചോ? ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. അവനോട് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ആ എല്ലാരും ഇറങ്ങിക്കോ. വാ വാ വാ. വേഗം വാ. നോക്കടാ, നല്ല കിടില സ്ഥലം. അടിപൊളി ടീച്ചർ, അടിപൊളി സ്ഥലം കേട്ടോ. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെയാ. ഇനി നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടങ്ങാം. മോനെ എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ. ഇന്നത്തെ ഫുൾ ട്രീറ്റ് ചെറിയച്ഛൻ്റെ വക. രവി, വേണ്ട ഡോക്ടർ, എനിക്കിനി ഇത് വേണ്ട. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇനി മദ്യവെക്കില്ല. അതിന് എന്നെ സഹായിച്ച ഡോക്ടറോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അത് മതി എനിക്ക്. മനസ്സ് ദുർബലപ്പെട്ടാൽ ഏത് വില കൂടിയ മരുന്നിനും തോറ്റ് പിന്മാറേണ്ടി വരും. സ്വയം ഞാൻ എന്താണെന്നും തൻ്റെ ജീവിതത്തെക്കുറിച്ചും വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്കെന്നുണ്ടായിരിക്കണം. Da